കേരള PSC KASന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് മലയാളത്തിൽ നിന്ന് ഏതൊക്കെയാണ് അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ അതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിന് ടോട്ടൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മലയാളത്തിൻ്റെ സെക്ഷനകത്ത് നിന്ന് KASന് വരുന്നത്. പേപ്പർ 2-ലാണ് അത് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന ഒരു 13 സെക്ഷൻസ് ഉണ്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ആ 13 സെക്ഷൻസിനകത്ത് നിന്നായിരിക്കും വരുന്നത്. ബാക്കി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് ആൻസർ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ടോട്ടൽ ആ 13 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പര്യായ പദം, വിപരീത പദം, സമാന പദം, ശൈലികൾ പഴഞ്ചൊല്ലുകൾ, ചേർത്തെഴുതുക, സ്ത്രീലിംഗം പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയുമാണ് 13 ടോപ്പിക്സ് സിലബസിനകത്തുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാവുന്നതാണ്. വാക്യശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വാക്യശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സെൻറ്റൻസിനകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിലെ തെറ്റുകൾ തിരുത്തിയിട്ട് ശരിയായിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നതിനാണ്, അല്ലെങ്കിൽ ശരിയായ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി അത് എടുക്കുന്നതിനാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വാക്യശുദ്ധിക്കകത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം KASന് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനകത്ത് ചോദിച്ചിരുന്നത്. പ്രധാനമായിട്ട് വാക്യശുദ്ധിക്കകത്ത് വരുന്ന അല്ലെങ്കിൽ വാക്യം തെറ്റായിട്ട് വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പ്രധാനമായിട്ടും വരുന്നവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൗനരുക്ത്യമാണ്. പൗനരുക്ത്യം അല്ലെങ്കിൽ പുനരുക്തി ദോഷം എന്ന് പറയുന്നതാണ്. പൗനരുക്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ തവണ വീണ്ടും പറയുന്നതിനാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശബ്ദ പൗനരുക്ത്യമെന്നും അർദ്ധ പൗനരുക്ത്യമെന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശബ്ദ പൗനരുക്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശബ്ദം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നതിനാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 1000-ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കുമ്പോൾ തെറ്റൊന്നും നമുക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ അവിടെ നോക്കുമ്പോൾ ഏകദേശം എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷനാണ്, ഓളം എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷനാണ്. അപ്പം അവിടെ എന്താണ്, ഒരേ ശബ്ദം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഏകദേശം എന്ന് പറയുന്നതും ഓളം എന്ന് പറയുന്നതും. അപ്പം അത് നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് മതി. അപ്പം എങ്ങനെയാണ് പറയുക, അതായത് അവിടെ ഏകദേശം 1000 പേർ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ 1000-ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോഴാണ് ആ വാക്യം ശരിയാകുന്നത്. ഇങ്ങനെ ശബ്ദം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്ന മൂലം സംഭവിക്കുന്ന തെറ്റിനാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തേതാണ് അർത്ഥ പൗനരുക്ത്യം എന്ന് പറയുന്നത്. അർത്ഥ പൗനരുക്ത്യം എന്ന് പറയുമ്പം അതായത് പറയാതെ തന്നെ എന്താണോ ലഭിക്കേണ്ട അർത്ഥം ആ അർത്ഥം എടുത്തു പറയുന്നതിനാണ് അർത്ഥ പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുറ്റത്തെ ചെടികൾക്ക് എന്നും വെള്ളം നനയ്ക്കണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ മുറ്റത്തെ ചെടികൾക്ക് എന്നും വെള്ളം നനയ്ക്കണം എന്നാണ് സെൻറ്റൻസ്. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ശരിയായിട്ട് തോന്നാം. പക്ഷെ നനയ്ക്കുക എന്നുള്ള മീനിങ് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. വീണ്ടും വെള്ളം നനയ്ക്കണം എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് പറയാതെ തന്നെ അതിൻ്റെ അർത്ഥം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് ശരിയായ വാക്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുറ്റത്തെ ചെടികൾ എന്നും നനയ്ക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. അതുപോലെ തന്നെ മറ്റൊരു വാക്യമാണ് വിദ്യാർത്ഥികൾ അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. അപ്പം അവരവരുടെ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവരവരുടെ സ്ഥാനം എന്നുള്ളതാണ്. വീണ്ടും അവരവരുടെ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്ന തെറ്റാണ് ഈ പറയുന്ന അർത്ഥം പറയാതെ തന്നെ എടുത്തു പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴാണ് വാക്യം ശരിയാകുന്നത്. അവരവരുടെ എന്ന് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. അതാണ് ആ ശബ്ദ പൗനരുക്ത്യം അർത്ഥ പൗനരുക്ത്യം. അങ്ങനെ വാക്കുകൾ അല്ലെങ്കിൽ അർത്ഥം എടുത്ത് പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നതുകൊണ്ടുള്ളതാണ് തെറ്റ്. അതുപോലെ തന്നെ ശബ്ദം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നതുകൊണ്ടാണ് തെറ്റ്. അങ്ങനെ 2 രീതിയിൽ വരാവുന്നതാണ്. രണ്ടാമത്തെ ഭാഷാപ്രയോഗത്തിൽ വരുന്ന തെറ്റാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിച്ച് വാക്യങ്ങൾ വരിക എന്നുള്ളതാണ്. ഉദാഹരണം മലയാളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെയാണ് നമ്മൾ വാക്യങ്ങൾ മലയാളത്തിൽ എഴുതുന്നത്. ആ കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെയുള്ള ഓർഡർ തെറ്റിച്ച് വരുന്നതിനാണ്
ക്രമഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രമഭംഗം മൂലമുണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തുമ്പോഴാണ് വാക്യം ശരിയായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ക്രമഭംഗം എന്നുള്ള ഒരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ, മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. നമ്മളത് നോക്കുകയാണെങ്കിൽ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന് പറയുമ്പോൾ ആ വാക്യം തെറ്റാണ്. അപ്പോൾ അവിടെ എന്താണ് കർത്താവ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതാണ് അവിടുത്തെ ആദ്യത്തെ ചോദ്യം. അതാണ് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എന്നുള്ളതാണ്. അതാണ് ആദ്യം വരേണ്ടത്, കർത്താവ്. അതുപോലെ എന്ത് അല്ലെങ്കിൽ എവിടെ എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ അവിടെ കർമ്മമാണ്. അത് മഴയത്ത് എന്നുള്ളതാണ്. അതാണ് രണ്ടാമതേ വരേണ്ടത്. മൂന്നാമതേ അത് ചെയ്ത പ്രവൃത്തിയാണ്, അതാണ് അവിടുത്തെ ക്രിയ. അപ്പോൾ അവിടെ തളിരിട്ടു എന്നുള്ളതാണ് അവിടുത്തെ ക്രിയ. അങ്ങനെ വരുമ്പോൾ കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് ശരിയാകും. അതാണ് ആ ക്രമഭംഗം മൂലമുണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, കിഴക്ക് സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്ന ഒരു സെന്റൻസ്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ സൂര്യൻ എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ കർത്താവ്. അതാണ് ആദ്യം വരേണ്ടത്. അതിനുശേഷം എന്ത്, എവിടെ, എങ്ങനെ എന്നൊരു ചോദ്യം വരുമ്പോൾ അതാണ് കർമ്മം. അത് കിഴക്ക് എന്നുള്ളതാണ്. ചെയ്ത പ്രവൃത്തിയാണ് അവിടുത്തെ ക്രിയ. അത് ഉദിച്ചു എന്നുള്ളതാണ്. അതാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ള ഓർഡറിൽ കറക്റ്റായിട്ട് വരുന്നു. അങ്ങനെയാണ് ക്രമഭംഗം തിരുത്തിയിട്ട് ക്രമമായിട്ടുള്ള ഓർഡറിൽ വാക്യങ്ങൾ ശരിയാകും. അടുത്ത വരാവുന്ന ഒരു തെറ്റാണ് പദദോഷം എന്ന് പറയുന്നത്. പദദോഷം എന്ന് പറയുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു പദത്തിന് തെറ്റ് വരുന്നു. ടോട്ടല് നമ്മളൊരു വാക്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാക്യത്തിൽ ഏതെങ്കിലും ഒരു പദത്തിന് മാത്രമായിരിക്കും തെറ്റ് സംഭവിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു എന്ന് പറയുന്നൊരു സെന്റൻസ്. അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു എന്ന് പറയുന്ന സെന്റൻസ്, അത് ഹാർദവം എന്ന് പറയുന്ന ആ ഒരു വാക്കിനാണ് അവിടെ തെറ്റ് സംഭവിച്ചേക്കുന്നത്. അപ്പം ആ വാക്കിൻ്റെ തെറ്റെന്താണോ അത് മാറ്റിയിട്ട് അത് ശരിയാക്കുക. അപ്പം അവരെ ഹാർദം എന്നുള്ളതാണ്, ഹൃദയത്തിൽ നിന്നും എന്ന് പറയുന്ന മീനിങ് വരുന്നത് ഹാർദം എന്നാണ് വരുന്നത്. അപ്പം അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ആ വാക്യം ശരിയാകുന്നത്. വാക്യശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ബഹുവചനം ചേർക്കേണ്ട കാര്യമില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ, എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നു പോയത് എന്ന് പറയുന്നൊരു സെൻറ്റൻസ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 10 എന്ന് പറയുന്നൊരു സംഖ്യയ്ക്ക് ശേഷം വർഷങ്ങൾ എന്ന് പറയുന്ന ബഹുവചനം ആവശ്യമില്ല, അവിടെ ഏകവചനം മാത്രം മതി. അപ്പം അങ്ങനെ നമുക്ക് സെൻറ്റൻസ് ശരിയാക്കാം. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത് എന്ന് പറയുമ്പോൾ ആ വാക്യം ശരിയാകും. അപ്പോൾ KS ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ: ഈ മഹാനായ കലാകാരൻ്റെ എന്ന് പറയുന്ന പാർട്ട് A, ദെൻ പാർട്ട് B ഇങ്ങനെയാണ്, സർഗസൃഷ്ടിപരമായ, ദെൻ പാർട്ട് C ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അടുത്ത പാർട്ട് D അത്ഭുതം തോന്നും. ഇതിനകത്ത് ഏത് പാർട്ടാണ് തെറ്റ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മഹാനായ കലാകാരൻ്റെ എന്നുള്ള ആദ്യത്തത്, രണ്ടാമത് സർഗസൃഷ്ടിപരമായ, മൂന്നാമത് ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാലാമത്തെ അത്ഭുതം തോന്നും. ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഭാഗം ഈ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് പാർട്ട് B ആണ്. അതായത് സർഗസൃഷ്ടിപരമായ അങ്ങനെ നമ്മൾ പറയില്ല, അത് തെറ്റാണ്. ഒന്നുകിൽ സർഗ എന്ന് മാത്രമേ പറയത്തുള്ളൂ, സൃഷ്ടിപരം എന്നൊന്നും പറയത്തില്ല, അത് തെറ്റാണ്. അപ്പോൾ അതിന് ശരിയായിട്ടുള്ളത് ഈ മഹാനായ കലാകാരൻ്റെ സർഗശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് നിന്നുള്ള ശരിയായ വാക്യപ്രയോഗം കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓപ്ഷൻ A 1500 വർഷത്തോളം പഴക്കമുണ്ട്. ഓപ്ഷൻ B അതിൽ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഓപ്ഷൻ C ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഓപ്ഷൻ D ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ബാക്കി 3 തെറ്റാണ്. ബാക്കി 3 എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ A എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന 1500 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് 1500 എന്ന് പറയുന്നതും വർഷത്തോളം എന്ന് പറയുന്നതിൻ്റെ ഓളവും അപ്രോക്സിമേഷനാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ശബ്ദ പൗനരുക്ത്യമാണ്. അതായത് ശബ്ദം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുകയാണ്, ഒരേ അർത്ഥമുള്ള ആ ശബ്ദങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം അതിനകത്ത് എടുത്താൽ മതി. ഒന്നുകിൽ 1500 വർഷം പഴക്കമുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 500 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്യം ശരിയാകും. രണ്ടാമത്തെ സെന്റൻസ് അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. അപ്പം അതിനേക്കാൾ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി എന്ന്, അതിനേക്കാൾ മേളിൽ എന്നൊരു മീനിങ് ആണ്. വീണ്ടും കവിഞ്ഞ എന്നുള്ളതൊന്നും ചേർക്കേണ്ട കാര്യമില്ല.
അപ്പം അതിനേക്കാൾ എന്ന് പറയുമ്പോൾ അത്രയും കൊണ്ട് നിർത്തിയാൽ മതി. അതിനേക്കാൾ മെച്ചം ഇതിനില്ല എന്ന് പറയുമ്പോൾ വാക്യം ശരിയാകും. അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ മെച്ചം ഇതിനില്ല എന്ന് പറയുമ്പോൾ ആ വാക്യം ശരിയാകും. മൂന്നാമത്തെ എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കണം എന്ന് പറഞ്ഞാൽ മതി. എതിർക്കുക തന്നെ വേണം എന്ന് പറയേണ്ട, എതിർക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്യം ശരിയാണ്. ഇതാണ് ആ തെറ്റായ വാക്യങ്ങൾ ശരിയാക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു KS കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്.